മലയാളി താരം സഞ്ജു സാംസൺ നൽകിയ മികച്ച തുടക്കത്തിന്റെ അടിത്തറയിൽ ചെപ്പോക്കിന്റെ മണ്ണിൽ ഇന്ത്യൻ ബാറ്റർമാർ താണ്ഡവമാടിയ നിർണായക പോരിൽ സിംബാബ്വെയെ സൂര്യകുമാർ യാദവും സംഘവും നിലംപരിശാക്കുമ്പോൾ 2020 ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ ഇന്ത്യ നേടിയത് പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്ന വിജയം. IPL ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കുപ്പായമണിയുന്ന സഞ്ജു സാംസണ് ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നിന്ന് ലഭിച്ചത് ആരെയും കൊതിപ്പിക്കുന്ന വരവേൽപ്പ്. ടോസ് സമയത്ത് സഞ്ജു ഇന്ന് കളിക്കുമെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞപ്പോൾ തന്നെ വൻ ആരവമാണ് സ്റ്റേഡിയത്തിൽ ഉയർന്നത്. സഞ്ജുവിനായുള്ള ആർപ്പുവിളിയിൽ സൂര്യകുമാർ യാദവ് ചിരിച്ചുപോയി. സഞ്ജു കീപ്പ് ചെയ്യുമോ എന്ന രവിശാസ്ത്രിയുടെ ചോദ്യത്തിന് അതേ എന്ന സൂര്യയുടെ മറുപടി കൂടി എത്തിയപ്പോൾ ചെപ്പോക്ക് സ്റ്റേഡിയം യാഥാർത്ഥ്യത്തിൽ ഇളകി മറിഞ്ഞു. തനിക്കായി ആർപ്പ് വിളിച്ച ആരാധകരെ ഒട്ടും വിഷമിപ്പിച്ചില്ല സഞ്ജു. ഒപ്പം തന്നെ പ്ലേയിങ് 11ലേക്ക് തന്നെ മടക്കിയെത്തിച്ച ഗൗതം ഗംഭീറിനെയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും ഒട്ടും നിരാശരാക്കിയുമില്ല. ചെപ്പോക്കിലെ പിടിതരാത്ത പിച്ചിൽ പാടുകെട്ടിയ സഞ്ജു തൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന ഉറച്ച ബോധത്തോടെയാണ് ക്രീസിലെത്തിയത്. നേരിട്ട രണ്ടാമത്തെ പന്തിൽ തന്നെ കൂറ്റൻ സിക്സർ അടിച്ച് സഞ്ജു ചെപ്പോക്കിലേക്കുള്ള തൻ്റെ വരവറിയിച്ചു. പിന്നാലെ ലെഗ് ബൈയിലൂടെ ഒരു ബൗണ്ടറി കൂടിയായതോടെ ആവേശം അലതല്ലി. ഇന്ത്യ ആഗ്രഹിച്ച തുടക്കം. ഇന്ത്യ ആദ്യ ഓവറിൽ 13 റൺസ് സ്കോർ ബോർഡിൽ എഴുതി ചേർക്കുകയും ചെയ്തു. രണ്ടാം ഓവർ എറിയാനെത്തിയ ബ്ലെസ്സിംഗ് മുസർബാനിയെയും സഞ്ജു വെറുതെ വിട്ടില്ല. ഈ ഓവറിൽ സഞ്ജു സിക്സർ നേടിയതോടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ മുഖത്തെ ചിരി സ്ക്രീനിൽ കാണാമായിരുന്നു. മൂന്നാം ഓവറിൽ വെടിക്കെട്ട് താരം അഭിഷേക് ശർമ്മ 2 ബൗണ്ടറി നേടി തൻ്റെ ഫോമിലേക്കുള്ള വരവറിയിച്ചു. പിന്നാലെ സഞ്ജുവും ബൗണ്ടറി നേടി. നാലാം ഓവറിൽ സഞ്ജുവിനെ വീഴ്ത്തി പേസർ ബ്ലെസ്സിംഗ് മുസർബാനി സ്റ്റേഡിയത്തെ നിശബ്ദമാക്കിയെങ്കിലും അവിടെയും സഞ്ജു നൽകിയ പ്രതീക്ഷയും തുടക്കവും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് അതിനിർണായകമായിരുന്നു. ബാറ്റർക്ക് ഒട്ടും പിടിതരാത്ത ബ്ലെസ്സിംഗ് മുസർബാനിയുടെ പന്തിൽ പുൾ ഷോട്ടിന് ശ്രമിച്ച് സഞ്ജു കൂടാരം കയറിയെങ്കിലും ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പാണ് സഞ്ജു അഭിഷേക് ശർമ്മ സഖ്യം കൂട്ടിച്ചേർത്തത്. 48 റൺസാണ് ഇരുവരും ചേർന്ന് നൽകിയത്. 15 പന്തിൽ 1 4ഉം 2 6ഉം ഉൾപ്പെടെ 24 റൺസുമായി സഞ്ജു നൽകിയ വെടിക്കെട്ട് തുടക്കമാണ് പിന്നീടെത്തിയവർക്ക് കത്തിക്കയറാൻ ആത്മവിശ്വാസം നൽകിയത്. മൂന്നാമനായി എത്തിയ ഇഷാൻ കിഷന് ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്യാൻ സാധിച്ചത് സഞ്ജു അഭിഷേക് കൂട്ടിട്ട് തന്നെയാണ്. സഞ്ജുവിന് വലിയ ഇന്നിങ്സ് കളിക്കാനായില്ലെന്ന പരാതി ആരാധകർക്കുണ്ടെങ്കിലും മലയാളി താരം നൽകിയ തുടക്കം ഒരു അർദ്ധ സെഞ്ചുറിയുടെ തന്നെ വിലയുണ്ടായിരുന്നു. സഞ്ജു കളിച്ച 2 മത്സരത്തിൽ മാത്രം ഇന്ത്യയുടെ ഓപ്പണർ ഡെക്കായില്ലെന്ന കാര്യം മറക്കരുത്. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ചേർന്ന് ഓപ്പണിംഗിൽ ഇറങ്ങിയ 4 മത്സരത്തിലും ഒരാൾ 0-ന് പുറത്തായത്. 3 തവണ അഭിഷേക് ഡെക്കായപ്പോൾ 1 തവണ ഇഷാനും ഡെക്കിനും മടങ്ങി. അവിടെയാണ് സഞ്ജുവിൻ്റെ പ്രകടനം കയ്യടി അർഹിക്കുന്നത്. 24 പന്തിൽ 38 റൺസാണ് ഇഷാൻ അടിച്ചെടുത്തത്. ഇഷാന് ശേഷം ക്രീസിലെത്തിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അറ്റാക്കിംഗ് മോഡിൽ തന്നെയായിരുന്നു. 2 6ഉം 3 4ഉം അടക്കം 13 പന്തിൽ 33 റൺസാണ് സൂര്യ നേടിയത്. മറുവശത്ത് അഭിഷേക് തൻ്റെ ഫോമിലേക്ക് തിരിച്ചെത്തിയിരുന്നു. 4 4ഉം 4 6ഉം അടക്കം 30 പന്തിൽ 55 റൺസാണ് ഇന്ത്യൻ ഓപ്പണർ നേടിയത്. 183.33 പ്രകടനശേഷിയിലായിരുന്നു അഭിഷേകിൻ്റെ ബാറ്റിംഗ്. ഇരുവരും പുറത്തായ ശേഷമാണ് ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക് എത്തിയ പ്രകടനം ചെപ്പോക്ക് കണ്ടത്. അഞ്ചാമനായി എത്തിയ ഹാർദിക് പാണ്ഡ്യ അവസരത്തിനൊത്തുയർന്നു. 23 പന്തിൽ 2 4ഉം 4 6ഉം ഉൾപ്പെടെ 50 റൺസാണ് ഹാർദിക് എടുത്തത്. 217.39 ആയിരുന്നു പ്രകടനശേഷി. 3-ാം നമ്പറിൽ കളിച്ച് മോശം സ്ട്രൈക്ക് റേറ്റിൻ്റെ പേരിൽ വിമർശനം നേരിട്ട തിലക് വർമ്മ 6-ാം നമ്പറിലേക്ക് എത്തിയപ്പോൾ കളി മാറി. 16 പന്തിൽ 3 4ഉം 4 6ഉം ഉൾപ്പെടെ 44 റൺസാണ് തിലക് അടിച്ചെടുത്തത്. 275 ആയിരുന്നു സ്ട്രൈക്ക് റേറ്റ്. ഇതോടെ 4 വിക്കറ്റിന് 256 എന്ന വമ്പൻ സ്കോറിലേക്ക് എത്താൻ ഇന്ത്യക്ക് സാധിച്ചു. 2020 ലോകകപ്പിലെ ഇന്ത്യയുടെ ഉയർന്ന ടീം സ്കോറും 2020 ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോറും എന്ന റെക്കോർഡിലെത്താൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ സിംബാബ്വെയും ഒട്ടും മോശമാക്കിയില്ല. 20 ഓവറിൽ 6 വിക്കറ്റിന് 184 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ എങ്കിലും 6 6ഉം 8 4ഉം അടക്കം 59 പന്തിൽ 97 റൺസ് എടുത്ത ബ്രയാൻ ബെന്നറ്റിൻ്റെ ഇന്നിങ്സ് പറയാതിരിക്കാനാവില്ല. ഇനി ഞായറാഴ്ച വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യയുടെ നിർണായക മത്സരത്തിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.